ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 കോംബോ ആയിട്ടുള്ള ഗബ്രി ജാസ്മിൻ താൽക്കാലികമായിട്ട് വഴിപിരിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്നലെ ലൈവിലും എപ്പിസോഡ്സിലൊക്കെ കണ്ടതാണ്. ബിഗ് ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ജാസ്മിനോട് സംസാരിക്കുകയും അതിനുശേഷം പിന്നെ ജാസ്മിൻ്റെ അച്ഛന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്ത് വന്ന ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയുന്നതും അസ്വസ്ഥയാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരോടുമായിട്ട് ജാസ്മിൻ പറഞ്ഞത് അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെയായി, പിന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെയാണ് ജാസ്മിൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഗബ്രിനോട് പറയുന്നുണ്ട്, ഗബ്രി എനിക്ക് ആകെ പേടിയാവുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്താണ് ആളുകൾ ഇങ്ങനെ, എന്താണ് മറ്റുള്ളവർ നമ്മളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക, അങ്ങനെയൊക്കെയുള്ള സംസാരം. അതായത് അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചല്ല പിന്നീട് ആദ്യം ഹൗസ് മേറ്റ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അസുഖം എന്ന് പറയുകയും പിന്നീട് ഗബ്രിനോട് സംസാരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചല്ല ജാസ്മിൻ സംസാരിക്കുന്നത്. ജാസ്മിൻ ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമാണ്. അതിനെ എങ്ങനെ ന്യായീകരിക്കണം എന്നതിനെ കുറിച്ചാണ് ജാസ്മിൻ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. അതിലാണ് ജാസ്മിൻ അസ്വസ്ഥതയായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടുള്ള വിഷമവും ഈ കോംബോ പുറത്ത് അവർ വിചാരിച്ച രീതിയിൽ വർക്ക് ആയിട്ടില്ല, അത് നെഗറ്റീവായിട്ടാണ് ഫാമിലി അടക്കം ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും മറ്റുള്ളവരോട് പറയാനുള്ളൊരു വിഷയമായിരിക്കും. അതല്ലേ, എപ്പോഴും അങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. എന്താ സംഭവിച്ചത്, എങ്ങനെയാണ്, ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അഡ്മിറ്റ് ആയോ, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലേ. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഹൗസ് മേറ്റ്സിനോട് അങ്ങനെ ചോദിക്കും. ഇപ്പൊ ഗബ്രി അല്ലാതെ ഒരുപാട് പേര് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും അവിടെ ഉണ്ട്. അവരോട് ആരോടെങ്കിലും ജാസ്മിൻ ഇത് ഷെയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആരോടെങ്കിലും ഒരാളോട് പോയിട്ട് അയ്യോ എൻ്റെ ഉപ്പയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ലല്ലോ, ബിഗ് ബോസിനോടൊന്ന് ചോദിച്ചാലോ, അങ്ങനെയൊക്കെ നമ്മളാണ് സാധാരണ നോർമലി ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ജാസ്മിൻ ടെൻഷൻ അടിക്കുന്നില്ല. നേരെ മറിച്ച് ഗബ്രിയായിട്ടുള്ള ബന്ധം അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങളുടെ ബന്ധം ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, ഹൗസിനുള്ളിലുള്ളവരും പുറത്തുള്ളവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, ഞങ്ങൾ അങ്ങനെ അല്ല. ഓരോ ക്യാമറയെ നോക്കിയിരുന്നിട്ടും ജാസ്മിൻ വീണ്ടും വീണ്ടും ആ ബന്ധത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങളും ഇനി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതിയിട്ട് ഒരു താൽക്കാലിക അകൽച്ച ഞങ്ങൾ തമ്മിൽ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ സ്വന്തം അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ജാസ്മിൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്നും ഹൗസിലുള്ള വർത്തമാനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യമൊക്കെ ഹൗസ് മേറ്റ്സ് അത് വിശ്വസിച്ചിരുന്നു. അതായത് പിന്നെ ജാസ്മിൻ്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഹൗസ് മേറ്റ്സ് പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. കാര്യം ജാസ്മിൻ പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. ബിഗ് ബോസ് വിളിപ്പിച്ചതും ജാസ്മിൻ്റെ അച്ഛൻ സംസാരിച്ചതും ഒക്കെ അസുഖത്തെക്കുറിച്ചല്ല, വേറെന്തോ കാര്യങ്ങളെക്കുറിച്ചാണ്, ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്നുള്ളൊരു ധാരണ ഭൂരിഭാഗം ഹൗസ് മേറ്റ്സിനും വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത്, ഇപ്പൊ റോക്കി പറയുന്നുണ്ട്, നീ പറയുന്നത് കേൾക്കാനോ നീ പറയുന്നത് അനുസരിക്കാനോ ഞാൻ തയ്യാറില്ല. അപ്പൊ റോക്കിയുടെ അടുത്തൊരു കോംപ്രമൈസിന് പോവാണ്. ഇനി റോക്കി ആണോ ഈ വിഷയം പുറത്തേക്ക് ഇത്ര കത്തിച്ചത്, റോക്കിയുമായിട്ടുള്ള വഴക്കാണോ ഈ പ്രശ്നം ഇത്രയും സീരിയസ് ആവാൻ കാരണം എന്നുള്ള ഒരു ആദ്യമൊക്കെ ജാസ്മിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോക്കിയായിട്ടൊരു കോംപ്രമൈസ് ആവാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് റോക്കിയുടെ അടുത്ത് ചെന്നതും കോംപ്രമൈസിന് ശ്രമിച്ചത്. പക്ഷെ റോക്കി പറയുന്നത്, ഗെയിമേ എന്നെ നിങ്ങൾ പുറത്താക്കാൻ ശ്രമിച്ചില്ലേ, അപ്പൊ ഞാൻ ആ രീതിയിൽ തന്നെ നിങ്ങളോട് പെരുമാറുന്ന ഒരു കോംപ്രമൈസും ഇല്ല എന്ന് റോക്കി പറയുന്നത്. റോക്കിയുടെ ഭാഗത്തെ ന്യായം ഞാൻ പറയുള്ളൂ. കാരണം അത്രയധികം റോക്കിനെ അപമാനിച്ചിട്ടാണ് ഇവർ രണ്ടാളും കൂടിയിട്ട് പ്രൊവോക്ക് ചെയ്തത് സത്യം പറഞ്ഞാൽ. അതായത് ഏതൊരു ആണിന്റെ മുഖത്ത് നോക്കിയിട്ടും ജീവനില്ലാതെ കിടക്കയിൽ കിടക്കുന്ന ഒരു ആണിന്റെ മുഖത്ത് നോക്കിയിട്ടായാലും നീ ആണാണോടാ എന്നൊരു 4 വട്ടം ചോദിച്ചാൽ ഒരു കൈ വിരൽ അനങ്ങുന്നവനാണെങ്കിൽ കൂടി ആ വിരൽ വെച്ചൊന്ന് കുത്താൻ നോക്കും, അല്ലേ? സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീയോട് നീ പെണ്ണാണോ ചോദിച്ചാൽ അത്ര പ്രകോപിതയാവില്ല. പക്ഷെ ഒരു ആണിനോട് നീ ആണാണോടാന്നൊരു 4 വട്ടം ചോദിച്ചാൽ ഏതൊരാണും പ്രൊവോക്ക് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ ഗബ്രിയും ജാസ്മിൻ ഒരു 100 വട്ടം ആ ഗെയിമിനിടയിൽ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ദേഷ്യ സ്വഭാവമുള്ള ആൾക്കാരാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കും. ഹൗസിനുള്ളിലായതുകൊണ്ടാണ് അതൊരു അടിയിൽ കലാശിക്കാഞ്ഞത്. പുറത്താണെങ്കിൽ റോക്കി പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും തലമണ്ട തല്ലി പൊളിച്ചേനെ. കാരണം പ്രതിരോധിക്കാൻ കഴിവില്ലാത്തവരും ചാടി എണീച്ച് അടിക്കുന്ന രീതിയിലുള്ള വർത്താനാണ് ജാസ്മിനും
ഗബ്രിയും കൂടിയിട്ട് പിന്നെ റോക്കിക്ക് നേരെ നടത്തിയത്. അത് റോക്കിയുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം റോക്കി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ ഗെയിം കളിക്കാൻ വന്നാൽ ഞാൻ കളിക്കുക ചെയ്യുന്ന റോക്കി പറയുന്നതിൽ ന്യായമുണ്ടെന്നേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ തൽക്കാലം ഇപ്പൊ ജാസ്മിന്റെ ആവശ്യമാണ് ജാസ്മിനെതിരെ ആരും വരരുത്, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് അടുത്ത ഗെയിമിലേക്ക് ജാസ്മിൻ എത്തിച്ചേരണം. അതുവരെയുള്ളൊരു സമയം ആലോചിക്കാനും ചിന്തിക്കാനും സാവകാശം വേണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലായിടത്തും കോംപ്രമൈസിന് പോകുന്നത് ജാസ്മിൻ സത്യത്തിൽ. അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടോ അവരോടുള്ള താല്പര്യം കൊണ്ടോ ഒന്നല്ല. ജാസ്മിന് അവിടെ നിലനിന്ന് പോകാൻ കുറച്ചൊരു സമയം വേണം. അത് ജാസ്മിൻ ക്യാമറ നോക്കി പറയുന്നുണ്ട്, റസ്മിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്ത് പോവില്ല. കാരണം കിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടി. അത് കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടും പിന്നെ അതേ സ്ഥാനത്ത് വീട്ടുകാരെ ഏറെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുകയും വേണം. ഈ ഗെയിമിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ ആലോചനകളിലൊക്കെ അത് ഏത് വഴിക്ക് എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ജാസ്മിൻ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇമേജ് എങ്ങനെ തിരിച്ചു പിടിക്കാം, തൻ്റെ ഹൗസ് മേറ്റ്സ് എന്നെ കൊണ്ട് തന്നെ എങ്ങനെ നല്ലത് പറയിപ്പിക്കാം, പുറത്തുള്ളവരെ കൊണ്ട് എങ്ങനെ നല്ലത് പറയിപ്പിക്കാം, ഏത് രീതിയിലേക്ക് ഗെയിം തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ചിന്തയിലാണ് ഈ ഫുൾ ടൈം സമയം അതിനാണ് ഉപയോഗപ്പെടുത്തുന്നതാണ് എനിക്ക് ജാസ്മിൻ്റെ പ്രവൃത്തിയിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഗബ്രിയുടെ അടുത്ത് നിൽക്കുന്നത്. അല്ലാതെ ഗബ്രിയോട് സ്നേഹമില്ലാന്ന് ഇപ്പോഴും ജാസ്മിൻ പറയുന്നില്ല. സ്നേഹമൊക്കെ ഉണ്ട്, ഭയങ്കര ആഴത്തിലുള്ള സ്നേഹമുണ്ടെന്ന് ഗബ്രിയും പറയുന്നുണ്ട്. ഗബ്രി ആണെങ്കിലും ആരെങ്കിലും ഒരാളുടെ കൈ പിടിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത്. കാരണം ഇപ്പം തന്നെ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്, എന്താണ് മറ്റേ ജബ്രി കോംബോ മാറിയിട്ട് റബ്രി ആയി കോംബോ എന്നുള്ളത്. ശരിയാണ്, ഇവരുടെ കോമൺ ഫ്രണ്ടായിട്ടുള്ള മറ്റേ കോമണർ ഉണ്ടല്ലോ, ആ കുട്ടിയായിട്ടാണ് ഇപ്പോൾ വലിയ കമ്പനി. ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കിടക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ. അവരെ തോണ്ടിയിട്ടും അവരുടെ കൈ പിടിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ റസ്മിനുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നും ഇവള് പോയാൽ അവിടെ നിന്നുള്ളൊരു ലൈനാണ് ഇവന് എന്നുള്ള ചിന്താഗതി ആളുകൾ വെച്ച് പുലർത്തിയാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവിടെ കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജാസ്മിനാണെങ്കിലോ ഫുള്ളായിട്ട് ഗബ്രീനൊട്ട് വിടാനും വയ്യ. കാരണം തേച്ചു എന്നുള്ളൊരു ലൈനും കൂടിയിട്ട് ഇനി പുറത്ത് വരണ്ട. കണ്ടോ, അവൾക്ക് ഒരു അവസ്ഥ വന്നപ്പോൾ, ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ കൂളായിട്ട് അവനെ തേച്ചു എന്ന് പറയിപ്പിക്കാനൊരു അവസ്ഥയും കൂടി ഇനി ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് എന്നാൽ ആ സ്നേഹം ഉണ്ട് താനും ആ ഒരു ഇതിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗബ്രീനെ പോലെ ഒരാളുടെ സഹായം ഇനി അവിടെ ജാസ്മിൻ നിലനിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ ആവശ്യമാണെന്ന് ജാസ്മിൻ അറിയാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഗബ്രീനെ തെറ്റിക്കാനും ജാസ്മിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ജാസ്മിൻ്റെ വീക്ക് പോയിന്റ് എന്തൊക്കെയാണ് ഗബ്രിക്ക് നന്നായിട്ട് അറിയാം. പൂർണ്ണമായും തെറ്റിക്കഴിഞ്ഞാൽ അതെടുത്ത് നാളെ ജാസ്മിൻ നേരെ തന്നെ ചിലപ്പോൾ പ്രയോഗിച്ചാലെന്നുള്ള ഭയം ഉണ്ടാവും. കാരണം എല്ലാവരും ഗെയിം കളിക്കാൻ വന്നാണല്ലോ. അതിനൊക്കെ ഒരു സാവകാശം ലഭിക്കാനുള്ള ചിന്തയിലാണ് ജാസ്മിൻ എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ ജാസ്മിൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടോ അച്ഛൻ എന്തായി എന്നുള്ള ടെൻഷൻ കൊണ്ടോ ഉള്ള ഒരു വേവലാതിയോ ആവലാതിയോ ഒന്നുമല്ല ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. അത് നമുക്ക് പ്രേക്ഷകർക്കും അതിനുള്ളിലുള്ള ഹൗസ് മേറ്റ്സിനും മനസ്സിലായിട്ടുണ്ട്. ഇതിങ്ങനെ നിലനിന്ന് ഒരു 2-3 ദിവസം ജാസ്മിൻ ഇങ്ങനെ നിലനിന്ന് പോകാനുള്ളൊരു അവസരം കിട്ടിയാലോ, ഒരു റിലാക്സേഷനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ ജാസ്മിൻ പഴയതിലും ഉഷാറായിട്ട് തിരിച്ചു വരും. ജാസ്മിൻ പുതിയ ഗെയിം പ്ലാനുമായിട്ട് ഇനി വരും, ഒരു സംശയമില്ല. അതിന് കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും. കാരണം പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ജാസ്മിനെ നമുക്ക് കാണേണ്ടി വരും. ആൾറെഡി എല്ലാവർക്കും ജാസ്മിനെ ഭയമാണ്. കാരണം ജാസ്മിൻ വളരെയധികം സംസാരിച്ച് മറ്റുള്ളവരെ ഇരുത്താൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഗബ്രിയുടെ കോംബോ പിടിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനൊരു കോംബോ കൊണ്ടുവന്നാണ് ആ കുട്ടിക്ക് വിനയായി മാറിയത്. ഇനി എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് നിന്നിട്ട് ഗബ്രിയുടെ സഹായം ഉണ്ടാവും, ഇല്ല എന്നല്ല, പിന്നെ ഡയറക്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഗബ്രിയുടെ സഹായത്തോട് കൂടിയിട്ട് ഭയങ്കര പവർഫുള്ളായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കണ്ട് അങ്ങനെ പവർഫുള്ളായി തിരിച്ചു വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റോക്കിയെ തന്നെ ആയിരിക്കുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.